ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 സെപ്റ്റംബർ 4-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്നത്തെ ആദ്യത്തെ കറണ്ട് അഫെയർ വരുന്നത് സ്കോമെറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ലിസ്റ്റ് ആണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. സ്കോമെറ്റ് ലിസ്റ്റ് അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ S for സ്പെഷ്യൽ കെമിക്കൽസ്, ഓർഗാനിസംസ്, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് ആൻഡ് ടെക്നോളജീസ്. അതായത് കുറെ കാര്യങ്ങളുണ്ട്. എസ് എന്ന് പറഞ്ഞത് സ്പെഷ്യൽ, പിന്നെ C for കെമിക്കൽസ്, O ഓർഗാനിസംസ്, M മെറ്റീരിയൽസ്, E എക്യുപ്മെന്റ്സ് ആൻഡ് T ടെക്നോളജീസ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ സ്കോമെറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം. This list is to regulate the export of dual-use items that can be used for both civilian and military applications, particularly those that could contribute to development of weapons of mass destructions and their delivery systems. അതായത് നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് സിവിലിയൻസിനും മിലിറ്ററി ആപ്ലിക്കേഷൻസിനും ഒരുപോലെ നമുക്ക് വിശ്വാസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസിന്റെ എക്സ്പോർട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആണ് സ്കോമെറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ മിലിറ്ററി ആൻഡ് സിവിലിയൻ ആപ്ലിക്കേഷൻസിനല്ലാതെ ഇത് കൺട്രോൾ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ റെഗുലേഷൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇത്തരം ഐറ്റംസ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, അതായത് വലിയ രീതിയിൽ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് അല്ലെങ്കിൽ ഒരു വെപ്പണായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും ഈ സ്കോമെറ്റ് ലിസ്റ്റിലുള്ളത്. ഇതിന്റെ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ് ഈ സ്കോമെറ്റ് ലിസ്റ്റിന്റെ റെഗുലേറ്റിംഗ് അതോറിറ്റി. ഏത് ആക്ടിന്റെ അണ്ടറിലാണ് ഈ ഒരു സ്കോമെറ്റ് ലിസ്റ്റ് വരുന്നത്? Governed by Chapter 4A of the Foreign Trade Act 1992 as amended in 2010. അതായത് ഫോറിൻ ട്രേഡ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻസ് ആക്ട് 1992. ഈ ഒരു ആക്ടിന്റെ കീഴിൽ ചാപ്റ്റർ 4A സ്കോമെറ്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ആ ഒരു ആക്ട് 2010 അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിന്റെ കീഴിലാണ് സ്കോമെറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു സ്കോമെറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മൾട്ടിപ്പിൾ കാറ്റഗറീസ് ആയിട്ടാണ് ഈ ആക്ടിൽ പറയുന്നത്. നോക്കാം. ദ സ്കോമെറ്റ് ലിസ്റ്റ് ഇൻക്ലൂഡ്സ് മൾട്ടിപ്പിൾ കാറ്റഗറീസ്. ഒരു 10ഓളം കാറ്റഗറീസ് ആണ് ഇതിലുള്ളത്. കാറ്റഗറി 0 മുതൽ കാറ്റഗറി 9 വരെ. ആദ്യം കാറ്റഗറി 0യിൽ വരുന്നത് ന്യൂക്ലിയർ മെറ്റീരിയൽസ് ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡ്യുവൽ യൂസ് ഐറ്റംസ്. ന്യൂക്ലിയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം. കാറ്റഗറി 1ൽ ടോക്സിക് കെമിക്കൽ ഏജൻസ് ആൻഡ് പ്രീകേഴ്സേഴ്സ്. കാറ്റഗറി 2ൽ മെറ്റീരിയൽസ് ആൻഡ് മെറ്റീരിയൽസ് പ്രോസസ്സിംഗ് എക്യുപ്മെന്റ്സ്. പിന്നെ 3ൽ ഇലക്ട്രോണിക്സ്, 4ൽ കമ്പ്യൂട്ടർ, 5 ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, 6 സെൻസേഴ്സ് ആൻഡ് ലേസേഴ്സ്, 7 നാവിഗേഷൻ ആൻഡ് ഏവിയോണിക്സ്, 8 മറൈൻ, 9 എയറോസ്പേസ് ആൻഡ് പ്രൊപ്പൽഷൻ. അപ്പൊ ഇത്രയും കാറ്റഗറീസിലായിട്ടാണ് ഈ സ്കോമെറ്റ് ലിസ്റ്റിലുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീസെന്റ് ആയിട്ട് വന്ന ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റഗറി 6ലുള്ള ഐറ്റംസിനെ കുറച്ചും കൂടി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ അതോറിറ്റി ഫോം ചെയ്തിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ എന്നാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ, Ministry of Defense is the new licensing authority for the export of items under category 6. അതായത് കാറ്റഗറി 6 എന്ന് പറഞ്ഞാൽ സെൻസേഴ്സ് ആൻഡ് ലേസേഴ്സ്. അപ്പോൾ കാറ്റഗറി 6ലുള്ള സെൻസേഴ്സ് ആൻഡ് ലേസേഴ്സിന്റെ അതിൽ വരുന്ന ഐറ്റംസിന്റെ എക്സ്പോർട്ടിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള പുതിയ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു കാര്യം പുതിയതായിട്ട് സംഭവിച്ചതാണ്, ഈ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ള കാര്യം. അപ്പൊ ഇതാണ് സ്കോമെറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ആലോചിച്ച് നോക്കിയാൽ സ്പെഷ്യൽ കെമിക്കൽസ്, ഓർഗാനിസംസ്, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് ആൻഡ് ടെക്നോളജീസ് ലിസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ നെയിം.
നെക്സ്റ്റ് വരുന്നത് ലോത്തലില് അടുത്തിടെ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഡോക്യാർഡിനെ പറ്റിയിട്ടാണ്, അതായത് കപ്പൽ നിർമ്മാണശാലയെ പറ്റി. ഇപ്പൊ ലോത്തൽ എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായതായി കരുതപ്പെടുന്ന ഒരു നഗരമാണ്. അത് ഒരു പോർട്ട് സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എ റീസെന്റ് സ്റ്റഡി ബൈ ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗാന്ധിനഗർ has presented new evidence supporting the presence of a dockyard at ലോത്തൽ. അപ്പോൾ IIT ഗാന്ധിനഗറിലെ സ്റ്റഡിയാണ്, അവർ നടത്തിയ സ്റ്റഡിയാണ് പുതിയ എവിഡൻസ് കിട്ടിയത്. എന്ത് എവിഡൻസ് കിട്ടിയത്? ലോത്തലില് ഒരു ഡോക്യാർഡിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് എവിഡൻസുകൾ ഇവർക്ക് കിട്ടി. സ്റ്റഡി റിവീൽസ് ദാറ്റ് സബർമതി റിവർ വൺസ് ഫ്ലോസ് ടു ലോത്തൽ ഡ്യൂറിംഗ് ദ ഹാരപ്പൻ പീരീഡ്, കോൺട്രാസ്റ്റിംഗ് ഇറ്റ്സ് കറന്റ് കോഴ്സ് വിച്ച് ഇസ് 20 കിലോമീറ്റർ എവേ. അതായത് ഈ ഒരു ഭാഗത്തേക്ക് കൂടെ സബർമതി റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ ഹാരപ്പൻ പീരീഡിൽ ഒഴുകിയിരുന്നു. ഇപ്പൊ ആ ഒരു റിവർ ഈ ലോത്തലുള്ള പണ്ട് ലോത്തൽ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ആ സ്ഥലത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയാണ് ഇപ്പൊ ആ ഒരു സബർമതി റിവർ ഒഴുകുന്നത്. പക്ഷെ ഹാരപ്പൻ പീരീഡിൽ ഈ ഒരു സബർമതി റിവർ ലോത്തലിനെ ടച്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ലോത്തലിന് വളരെ അടുത്തേ കൂടിയാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡോക്യാർഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലോത്തലിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ലോത്തലിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ വരുന്നത് ഗുജറാത്തിലെ ഭാൽ റീജിയനിലാണ്. അപ്പൊ ഗുജറാത്തിലെ ഭാൽ റീജിയനിലാണ് ഇപ്പൊ ലോത്തലിന്റെ ഇപ്പോഴത്തെ കറണ്ട് ലൊക്കേഷൻ. ഈ ഒരു സിറ്റി ബിൽഡ് ചെയ്തതായിട്ട് കരുതപ്പെടുന്നത് 2200 BC-യിലാണ്. 2200 BC-യിലാണ് ലോത്തല് ബിൽഡ് ചെയ്തത്. മേജർ ട്രേഡ് സെന്റേഴ്സ് ഫോർ ബീഡ്സ്, ജെംസ് ആൻഡ് ഓർണമെന്റ്സ്. പ്രധാനമായിട്ട് ആഭരണങ്ങളാണ് അവിടുത്തെ ഒരു ഐറ്റം ആയിരുന്നത്. കുറെ മുത്തുകള്, പവിഴങ്ങള്, അതുപോലെ തന്നെ ഓർണമെന്റ്സ്, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന ട്രേഡ് ഉണ്ടായിരുന്നത്. പിന്നെ ലോത്തൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ദ മൗണ്ട് ഓഫ് ഡെഡ് എന്നുള്ളതാണ് ലോത്തലിന്റെ മീനിങ്. ഗുജറാത്തിയിൽ ദ മൗണ്ട് ഓഫ് ഡെഡ് എന്ന് പറയുന്ന ആ ഒരു മീനിങ് വരുന്ന വേർഡാണ് ലോത്തൽ എന്ന് പറയുന്നത്. അതായത് ഈ മോഹൻജദാരോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര്, ആ ഒരു പട്ടണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ മോഹൻജദാരോയ്ക്കും സെയിം മീനിങ് തന്നെയാണ്, ദ മൗണ്ട് ഓഫ് ഡെഡ് തന്നെയാണ്. അതേ മീനിങ് തന്നെ വരുന്ന വേറൊരു പേരാണ്, ഗുജറാത്തിയിൽ വരുന്ന പേരാണ് ലോത്തൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ലോത്തൽ എന്ന് പറയുന്ന ആ ഒരു ഹാരപ്പൻ നഗരം ഡിസ്കവർ ചെയ്തത് SR റാവു ആണ്. ആ ഒരു അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള എക്സ്കവേഷൻ നടത്തിയത് 1955 മുതൽ 1960 വരെയുള്ള പീരീഡിലാണ്. അപ്പൊ ആരാണ് ലോത്തൽ ഡിസ്കവർ ചെയ്തത്? SR റാവു ആണ്. ഇനി നമ്മുടെ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അറിയപ്പെടുന്നതിൽ വെച്ച്, അതായത് നമുക്ക് ഇത്രയും നാൾ കിട്ടിയിട്ടുള്ള എവിഡൻസുകളിൽ ഏറ്റവും ആദ്യത്തെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള നോൺ ഡോക്കാണ്, നമുക്ക് ഇതുവരെ അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ ഒരു കപ്പൽ നിർമ്മാണശാലയാണ് ഈ പറയുന്ന ലോത്തൽ എന്ന് പറയുന്നത്. പിന്നെ സബർമതി റിവറുമായിട്ട്, ഏൻഷ്യന്റ് സബർമതി റിവറുമായിട്ട് ഈ ഒരു ലോത്തലിന് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 2014 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2014 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആകെ നമുക്കറിയാവുന്നതായിട്ടുള്ള ആകെ ഒരു പോർട്ട് ടൗൺ ആണ് ലോത്തൽ എന്ന് പറയുന്നത്. ഓൺലി പോർട്ട് ടൗൺ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതട സംസ്കാരത്തിൽ നമുക്കറിയാവുന്ന ഏക പോർട്ട് ടൗൺ ആണ് ലോത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലോത്തലിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആന്റി നക്സൽ ഓപ്പറേഷൻസ്, അതായത് നക്സലൈറ്റുകൾക്കെതിരെ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾക്കെതിരെ നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പല പേരുകളിൽ ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട് വിവിധ കാലഘട്ടങ്ങളിലായിട്ട്. അതിന്റെ പേരെന്തൊക്കെയാണ്, ഏത് സംസ്ഥാനങ്ങളിലാണ് അത് നടന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. മേജർ ആന്റി നക്സൽ ഓപ്പറേഷൻസ്. ആദ്യം പറയുന്നത് ഓപ്പറേഷൻ ഗ്രേ ഹൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ്. 1989 ഈ ഒരു ഓപ്പറേഷൻ നടന്നത്. എ സ്പെഷ്യലൈസ്ഡ് ആന്റി നക്സൽ ഫോഴ്സ് ക്രിയേറ്റഡ് ടു കോംബാക്ട് നക്സൽ ഇൻസർജൻസി ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. തെലങ്കാന ഭാഗങ്ങളിൽ ഉള്ള നക്സൽ ഇൻസർജൻസിക്കെതിരെ
ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്, സ്പെഷ്യൽ ഫോഴ്സ് ആണ്, ആന്റി നക്സൽ ഫോഴ്സ് ആണ് ഏത് ഓപ്പറേഷൻ ഗ്രേ ഹൗണ്ട് എന്ന് പറയുന്നത്. 1989 അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് ആണ് 2009 ക്രിയേറ്റ് ചെയ്തത്. ടു ഫ്ലഷ് ഔട്ട് നക്സലൈറ്റ് ഇൻസർജൻസ് ഇൻ ദ റെഡ് കോറിഡോർ ഫ്രം ദെയർ സ്ട്രോങ് ഹോൾഡ്സ്. അതായത് അവരുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും, അതായത് ഏറ്റവും ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ടാവും അവരുടെ, അവിടെ നിന്ന് നക്സലൈറ്റുകളെ ഒഴിവാക്കാനായിട്ട് കൊണ്ടുവന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. 2009 അത് കൊണ്ടുവന്നത്. ഓപ്പറേഷൻ തണ്ടർസ്റ്റോം 2010 ടു ടാർഗറ്റ് നെക്സൽ ക്യാഡേഴ്സ് ഇൻ ദ ഡെൻസ് ഫോറസ്റ്റ് റീജിയൻസ് ഓഫ് ലാൽഗർ വെസ്റ്റ് ബംഗാൾ. അതായത് വെസ്റ്റ് ബംഗാളിലെ ലാൽഗർ റീജിയൻസിൽ, അതായത് അവിടെ ഡെൻസ് ഭയങ്കരമായിട്ടുള്ള കാടുകളാണ്. അപ്പൊ ആ കാടുകളിലുള്ള നെക്സലുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തണ്ടർസ്റ്റോം. 2010 സ്റ്റാർട്ട് ചെയ്തു. ഇനി ഓപ്പറേഷൻ ഒക്ടോപസ് ഉണ്ട് 2014 ടു ക്ലിയർ മാവോയിസ്റ്റ് ഇൻഫ്ലുവൻസ് ഫ്രം ദി സുക്മ ഡിസ്ട്രിക്ട് ഓഫ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ സുക്മ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇതേപോലെ തന്നെ മാവോയിസ്റ്റുകളെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഒക്ടോപസ്. 2014 വർഷം. നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷൻ ഓൾ ഔട്ട് 2015 ടു ലോഞ്ച് കോർഡിനേറ്റഡ് ഒഫൻസീവ് ഓപ്പറേഷൻ അഗെയിൻസ്റ്റ് നക്സലൈറ്റ്സ് ഇൻ ജാർഖണ്ഡ് ആൻഡ് ബീഹാർ. അതായത് ജാർഖണ്ഡ് ബീഹാർ രണ്ട് സംസ്ഥാനങ്ങളാണ്. അവിടുത്തെ നക്സലൈറ്റുകൾ അവർക്കെതിരെയുള്ള ഓപ്പറേഷൻ ആയിട്ട് ഒരു കോർഡിനേറ്റഡ് ഓപ്പറേഷൻ, രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് ഓപ്പറേഷൻ ആയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ ഓൾ ഔട്ട് 2015 ലോഞ്ച് ചെയ്യുന്നത്. അടുത്ത ഓപ്പറേഷൻ സമാധാൻ 2017 എ കോംപ്രഹെൻസീവ് സ്ട്രാറ്റജി ടു കോംബാറ്റ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ്, അതാണ് LWE, ബൈ അഡ്രസ്സിംഗ് ബോത്ത് സെക്യൂരിറ്റി ആൻഡ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്. അതായത് രണ്ട് കാര്യങ്ങളും കൺസിഡർ ചെയ്യണം, നമുക്ക് സുരക്ഷിതത്വം വേണം, അതുപോലെ തന്നെ ഡെവലപ്മെന്റും വേണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം കുറച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിനെതിരെ പോരാടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഓപ്പറേഷൻ സമാധാൻ. 2017 അത് കൊണ്ടുവന്നത്. ഇനി അടുത്ത ഓപ്പറേഷൻ പ്രഹർ ആണ്. അത് 2017 തന്നെ ടു എലിമിനേറ്റ് ടോപ്പ് മാവോയിസ്റ്റ് ലീഡേഴ്സ് ആൻഡ് ഡിസ്മാന്റിൽ സപ്പോർട്ട് നെറ്റ്വർക്ക് ഇൻ ബസ്തർ റീജിയൻ ഓഫ് ഛത്തീസ്ഗഡ്. ഈ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഡെൻസ് ഫോറസ്റ്റ് ഉള്ള റീജിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ മേഖലകളിലൊക്കെ മാവോയിസ്റ്റുകളുടെ പ്രസൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ സംസ്ഥാനങ്ങളിലാണ് ഇവർക്കെതിരെയുള്ള ഓപ്പറേഷൻസും കൂടുതൽ നടന്നിട്ടുള്ളത്. ഈ 2017 ഇപ്പൊ പറഞ്ഞ പ്രഹർ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടക്കുന്നത് ഛത്തീസ്ഗഡിലെ ബസ്തർ റീജിയനിലുള്ള മാവോയിസ്റ്റ് ലീഡർമാരെ എലിമിനേറ്റ് ചെയ്യണം. അതായത് അവരുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലുള്ള ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം തുടങ്ങിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പ്രഹർ എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ മൺസൂൺ 2018 സ്റ്റാർട്ട് ചെയ്ത് ടു ടാർഗറ്റ് മാവോയിസ്റ്റ് ഗ്രൂപ്പ്സ് ഡ്യൂറിംഗ് ദ മൺസൂൺ സീസൺ വെൻ ദെയർ ആക്ടിവിറ്റീസ് ആർ റെസ്ട്രിക്റ്റഡ്. അതായത് മൺസൂൺ സീസണിൽ ഇവർക്ക് അധികം അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവർ ആ സമയം അങ്ങനത്തെ വേറെ അധികം ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കുന്നതായിട്ട് അധികം റിപ്പോർട്ടുകൾ വരാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇവരുടെ ഒരു ഇനാക്റ്റീവ് പീരീഡിൽ, അവരുടെ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പീരീഡാണ് മൺസൂൺ സീസൺ. അപ്പൊ ഈ പീരീഡിൽ ഇവരെ പോയിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള 2018 ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മൺസൂൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡ് നഗറ്റ്സ് ഇൻ ക്വാർട്സ് വെയിൻ. അതായത് ഇപ്പൊ ഫിഗറിൽ കാണിച്ചത് നിങ്ങൾക്ക് കാണാം. അതായത് ഈ ക്വാർട്സിന്റെ ഇടയിൽ ചെറിയ രീതിയിൽ ഗോൾഡിന്റെ പ്രസൻസ്, അല്ലെങ്കിൽ ഗോൾഡിന്റെ ചെറിയ 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 കട്ടകൾ പോലെ, അല്ലെങ്കിൽ അതിന്റെ ഫോമുകൾ, അതായത് ഗോൾഡ് വന്ന് ക്വാർട്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസം. അതെങ്ങനെ സംഭവിക്കുന്നു? അങ്ങനെ ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഗോൾഡ് നഗറ്റ്സ് ക്വാർട്സ് വെയിനിൽ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാർജ് ഗോൾഡ് നഗറ്റ്സ് ആർ often found in orogenic quartz vein formed during tectonic processes that create mountains. അതായത് മൗണ്ടെയ്ൻസ് ക്രിയേറ്റ് ആവാൻ കാരണമായിട്ടുള്ള പ്രോസസ്സുകൾ ടെക്ടോണിക് പ്രോസസ്സുകളാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ്, അത് തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ടാണ് പല മൗണ്ടെയ്ൻസ്, നമ്മുടെ ഹിമാലയാസ് അടക്കമുള്ള മൗണ്ടെയ്ൻസ് ഫോം ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നടക്കുന്ന ടെക്ടോണിക് പ്രോസസ്സുകളുടെ സമയത്ത് ഈ ഫോം ചെയ്യുന്ന ക്വാർട്സുകളെയാണ് നമ്മൾ ഓറോജനിക് ക്വാർട്സ് എന്ന് പറയുക. അതായത് ഈ പറയുന്ന മൗണ്ടെയിൻ ഫോം ചെയ്യുന്നതിന്റെ അതേ
കൂടെ തന്നെ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എന്തും ഫോം ചെയ്യും, ഓറോജനിക് കോഡ്സ് ഫോം ചെയ്യും. അപ്പൊ ഇത്തരം ഓറോജനിക് കോഡ്സിൽ എന്ത് കാണാൻ പറ്റും, വലിയ ഗോൾഡ് നഗറ്റ്സ് കാണാൻ പറ്റും. ദീസ് നഗറ്റ്സ് ഫോം ബിക്കോസ് ഡ്യൂറിങ് എർത്ത് the stress on quartz crystal causes a reaction that deposit gold on their surface. അതായത് പിന്നീട് ഇപ്പൊ ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റിന്റെ ആ ഒരു ബൗണ്ടറി ഭാഗത്ത് എർത്തിക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ക്വാർട്സ് ക്രിസ്റ്റൽസിൽ പല റിയാക്ഷൻസ് നടന്ന് അതിന് ചുറ്റുമുള്ള ഭാഗത്ത് നിന്ന് പല രീതിയിൽ ഗോൾഡ് ഇതിന്റെ സർഫസിൽ വന്ന് ക്വാർട്സിന്റെ സർഫസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ദിസ് പ്രോസസ് ഹാപ്പൻസ് റിപ്പീറ്റഡ്ലി ലീഡിങ് ടു ദ അക്യുമുലേഷൻ ഓഫ് ഗോൾഡ് നഗറ്റ്സ്. അതായത് ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ എർത്തിക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളത് കുറെ കാലങ്ങളായിട്ട് പല തവണകളായിട്ട് നടക്കുമ്പോൾ ഇത് വലിയ ഗോൾഡിന്റെ അക്യുമുലേഷന് കാരണമാകും. റിസർച്ചേഴ്സ് ഡിസ്കവേർഡ് ദാറ്റ് പീസോ catalytic effect of quartz under seismic stress causes accumulation of gold in quartz veins. അതായത് പീസോ കാറ്റലിറ്റിക് ഇഫക്റ്റ് എന്നാണ് അവർ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രോസസ്സിന്. അതായത് സെസ്മിക് സ്ട്രെസ് എന്ന് ഉദ്ദേശിച്ചത് ഈ പറയുന്ന എർത്തിക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സിനെയാണ് അവർ സെസ്മിക് സ്ട്രെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു സ്ട്രെസ്സിന്റെ ഫലമായിട്ട് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ്, ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം അതിന്റെ ചുറ്റുമുള്ള, അതായത് ഈ ഒരു ക്വാർട്സിന്റെ ചുറ്റുമുള്ള പല എലമെന്റ്സിനും പല റിയാക്ഷൻസ് ഒക്കെ നടക്കും. അങ്ങനെ അതിലുണ്ടാവുന്ന ഗോൾഡ് ഈ പറയുന്ന ക്വാർട്സിൽ വന്ന് ഡെപ്പോസിറ്റ് ആവുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ പീസോ കാറ്റലിറ്റിക് എഫക്റ്റ് എന്നാണ് അവരതിന് പേര് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗോൾഡ് വന്ന് ക്വാർട്സിൽ ഡെപ്പോസിറ്റ് ആവുന്ന ഒരു പ്രോസസ്സിന്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 2 അഗ്രികൾച്ചറൽ പോർട്ടൽസ് ആണ്. അപ്പൊ ആദ്യം നോക്കുന്ന അഗ്രി ഷുവർ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് നോക്കാം. അതിന്റെ ഫുൾ ഫോം വരുന്നത് അഗ്രി ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്സ് ആൻഡ് റൂറൽ എന്റർപ്രൈസസ് എന്നുള്ളതാണ്. അഗ്രി ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്സ് ആൻഡ് റൂറൽ എന്റർപ്രൈസസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോളോയിങ് ദ 2022-23 ബഡ്ജറ്റ് അനൗൺസ്മെന്റ് ബൈ ഇന്ത്യസ് ഫിനാൻസ് മിനിസ്റ്റർ. 2022-23 ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതിന് പ്രകാരമാണ് 2022-23 ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതിന് പ്രകാരമാണ് ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗ്രി ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്സ് ആൻഡ് റൂറൽ എന്റർപ്രൈസസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സപ്പോർട്ട് ഇന്നോവേറ്റീവ് ഹൈ റിസ്ക് ആൻഡ് ഹൈ ഇമ്പാക്ട് അഗ്രികൾച്ചറൽ സ്റ്റാർട്ടപ്സ്. അതായത് റിസ്ക് കൂടുതലുള്ള പക്ഷേ ഇമ്പാക്ട് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന അഗ്രികൾച്ചറൽ സ്റ്റാർട്ടപ്പുകളെ, അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് അഗ്രി ഷുവർ ഫണ്ടിന്റെ ഉദ്ദേശം. പിന്നെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ഫോസ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചറിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക, ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കുക, എൻകറേജ് യൂത്ത് പാർട്ടിസിപ്പേഷൻ ഇൻ അഗ്രികൾച്ചർ, അതായത് യുവാക്കളെ കൂടുതലായിട്ട് അഗ്രികൾച്ചറിലേക്ക് കൊണ്ടുവരിക, സ്ട്രെങ്തൻ അഗ്രികൾച്ചറൽ വാല്യൂ ചെയിൻ, അപ്പൊ അത് വഴി അഗ്രികൾച്ചറിന്റെ ഒരു വാല്യൂ ചെയിൻ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് അഗ്രി ഫണ്ടിന്റെ ഉദ്ദേശം. നെക്സ്റ്റ് വരുന്നത് കൃഷി നിവേഷ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടലാണ്. 2022 ഡിസംബർ 5-നാണ് ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സിംപ്ലിഫൈ അഗ്രികൾച്ചറൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് എൻഹാൻസ് ട്രാൻസ്പെറൻസി. അതായത് അഗ്രികൾച്ചറിലേക്ക് വരുന്ന പല വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ള കാര്യം വലിയ നൂലാമാലകളൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം. അതുവഴി ട്രാൻസ്പെറന്റ് ആയിട്ടും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ട്രാൻസ്പെറൻസി കൂട്ടാനും ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്നതാണ് കൃഷി നിവേഷ് പോർട്ടൽ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രീം ലൈൻ ദ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് സ്ട്രീം ലൈൻ ചെയ്യുക. പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതായത് എന്തൊക്കെയാണ് മാർക്കറ്റ് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ് എന്തൊക്കെയാണെന്നൊക്കെ കർഷകർക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്ന പുതിയ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എംപവർ വിമൻ ഇൻ അഗ്രികൾച്ചർ ത്രൂ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് സ്ത്രീകളെ കൂടുതലായിട്ട് അഗ്രികൾച്ചറിൽ കൊണ്ടുവന്നിട്ട് അവരെ എംപവർ ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രോഗ്രാംസ് ഒക്കെ കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കൃഷി നിവേഷ് പോർട്ടൽ 2022-ലാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ കവർ ചെയ്യുന്നത്. അപ്പൊ ഇത് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ ഇപ്പോഴത്തെ LDC അടക്കമുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം
ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ അതിനൊരു ഉത്തരം ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയത്തെ എക്സാമുകൾക്കൊന്നും അത്ര നല്ലതാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇത്തരം ക്ലാസ്സുകൾക്ക് വ്യൂസ് ഒക്കെ കുറവാണ്, വാച്ച് ടൈമും കുറവാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഈ ഒരു ഇനീഷ്യേറ്റീവ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കറണ്ട് അഫയേഴ്സും ഫാക്റ്റുകളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും LDCയിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം നോക്കി പഠിക്കണം. അതുപോലെ അതിന്റെ കറണ്ട് അഫെയർ എന്താണെന്നുള്ളതും പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് നമ്മൾ പണ്ട് പഠിച്ച പോലെ ഫാക്റ്റുകൾ മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് നടന്ന എക്സാമുകളിൽ പോലും പല കമ്മീഷന്റെ കേസൊക്കെ ചോദിക്കുമ്പോൾ ആ കമ്മീഷന്റെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റും ചോദിക്കും. അതുപോലെ ഇപ്പോഴത്തെ ആ കമ്മീഷന്റെ കറണ്ട് ആയിട്ട് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇങ്ങനെ ഈ രീതിയിലുള്ള എക്സ്പ്ലനേറ്ററി ക്ലാസ് കൊണ്ടുപോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കമ്മീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ന്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ന്യൂസ് ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും. പക്ഷെ ആ ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നന്നായിട്ട് നമുക്ക് വേണം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ എക്സാമിന്റെ ടൈമിൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.